Good morning, dear students, and wish you all a happy new year. So, in the last class, we have studied about the chapter reaching the age of adolescence. അഡോളസൻസിൻ്റെ സമയത്ത് ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇൻക്രീസ് ഇൻ ഹൈറ്റിനെ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 18 ഇയേഴ്സ് പെർസെൻറ്റേജ് ഓഫ് ഫുൾ ഹൈറ്റ് ബോയ്സ് ഗേൾസ്. അതായത് 8 വയസ്സിൽ ബോയ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 72 ആണ്, ഗേൾസിൽ 77 ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 13 വയസ്സാണെങ്കിൽ ബോയ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ് 88 ആണ്, ഗേൾസിൽ അത് 95 ആണ്. അപ്പോൾ നമുക്ക് ഈ പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ് വെച്ച് നിങ്ങളൊരു പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങൾ എത്ര ഹൈറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ള നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഹൈറ്റ് മെഷർ ചെയ്യുക. ഇപ്പോൾ ഇപ്പോഴത്തെ ഹൈറ്റ് എടുത്തിട്ട് ആ ഹൈറ്റിനെ ഈ പ്രായത്തിലുള്ള ഇപ്പോൾ 13 വയസ്സാണെങ്കിൽ ഈ പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ് എത്രയാണ്? 88. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രസൻറ്റ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ് ഇൻറ്റു 100. അപ്പം ആ ഡിവൈഡ് ചെയ്തത് കിട്ടുന്നതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് കിട്ടും? ആക്ച്വൽ ഹൈറ്റ്. നമ്മൾ എത്ര പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങൾ എത്ര ഹൈറ്റിൽ നിങ്ങൾക്ക് മാക്സിമം ഹൈറ്റ് എത്ര വരും എന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാൽക്കുലേഷൻ ഇപ്പുറത്ത് സ്ലൈഡ് ഇങ്ങോട്ട് മാറിപ്പോയതാണ്, നോക്കിക്കേ. കാൽക്കുലേഷൻ ഫോർ ഫുൾ ഹൈറ്റ്, പ്രസൻറ്റ് ഹൈറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ഫുൾ ഹൈറ്റ് അറ്റ് ദ ഏജ്. അപ്പോൾ പ്രസൻറ്റ് ഹൈറ്റ് എടുക്കുക, എന്നിട്ട് ആ കോളം ടേബിൾ നോക്കിയിട്ട് നിങ്ങളുടെ പ്രായം ഇപ്പോൾ എത്രയാണോ അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ് എടുക്കുക. അതിനെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ഹൈറ്റ് നമുക്ക് കിട്ടുന്ന പ്രായപൂർത്തിയാകുമ്പോൾ വരുന്ന ഹൈറ്റ് കിട്ടും. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. എ ബോയ് ഓഫ് 9 years old ആൻഡ് 120 centimeter ടോൾ. 9 വയസ്സുള്ള കുട്ടി 120 centimeter ഹൈറ്റാണ് ഇപ്പോൾ അവനുള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഗ്രോത്ത് പീരീഡ്, പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവൻ എത്ര ഇതിലേക്ക് വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇപ്പോഴത്തെ ഹൈറ്റ്, അതായത് 120 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ്. 9 വയസ്സുള്ള ഒരു ബോയിയുടെ പെർസെൻറ്റേജ് ഓഫ് ഹൈറ്റ് 75 ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ എത്ര കിട്ടി? 160 സെൻറ്റിമീറ്റർ. ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ എത്ര ഹൈറ്റ് വരും? 160 സെൻറ്റിമീറ്റർ. സോ നെക്സ്റ്റ് ഈസ് ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്. നോക്കിക്കേ, അടുത്ത ഹൈറ്റ് നമ്മുടെ ചേഞ്ച് ഇൻ അഡോളസൻസ് പീരീഡിലെ ചേഞ്ചസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ഇൻക്രീസ് ഇൻ ഹൈറ്റ്. രണ്ടാമത് വരുന്നത് ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്. ബോഡി ഷേപ്പ് മാറും. ആൺകുട്ടികളെ സംബന്ധിച്ച് ദ ഷോൾഡേഴ്സ് ബിക്കം ബ്രോഡർ. നെഞ്ചുവിരിവൊക്കെ ഉണ്ടാകും. ആൻഡ് ദ ചെസ്റ്റ് ബിക്കംസ് വൈഡർ. ദ മസിൽസ് ഓഫ് ദ ബോഡി ഗ്രോ പ്രോമിനൻ്റ്ലി. മസിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അപ്പം ഈ പ്രായത്തിൽ ഇപ്പം ടീനേജൊക്കെ ആകുമ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ച് ജിമ്മിലൊക്കെ പോയി മസിൽ പെരുപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആക്ച്വൽ ഹൈറ്റ്, നിങ്ങളുടെ ഒരു ഗ്രോത്ത് പീരീഡ് കഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പം ആ ഒരു മാക്സിമം ഹൈറ്റൊക്കെ എത്തിച്ചേർന്നതിന് ശേഷം മാത്രം പോയി ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് മസിലൊക്കെ ആക്കിയാൽ മതി. അതിനൊക്കെ മുമ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മസിലൊക്കെ ഉറച്ചു പോകും എന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരു ബോഡി പ്രത്യേകത ഉണ്ടാകും. അതേപോലെ തന്നെ ഗേൾസിനെ സംബന്ധിച്ച് ദ റീജിയൻ ബിലോ ദ വേസ്റ്റ് ബിക്കംസ് വൈഡർ എന്ന് പറഞ്ഞാൽ അരഭാഗത്തിന് താഴെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബട്ടക്സ് ഒക്കെ ഇച്ചിരി ഷേപ്പിൽ വരും. അപ്പോൾ ബട്ടക്സ് ബോഡിയുടെ ചില ഭാഗങ്ങളിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ബോഡിക്ക് നല്ലൊരു ഷേപ്പ് വരും. പെൺകുട്ടികളുടെ ആയിട്ടുള്ളൊരു ബോഡി ഷേപ്പിലേക്ക് വരും. ദ മസിൽസ് ഓഫ് ദ ബോഡി ഡു നോട്ട് ഗ്രോ പ്രോമിനൻ്റ്ലി. അപ്പോൾ ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന അത്രയും മസ്കുലാർ ഗ്രോത്ത് പെൺകുട്ടികളിൽ ഉണ്ടാകുന്നില്ല. ദെൻ ഗ്ലാൻസ്. ഇനി നമ്മുടെ ബോഡിയിൽ ഗ്ലാൻസുകളുണ്ട്. ദർ ആർ 2 types ഓഫ് ഗ്ലാൻസ് ഇൻ അവർ ബോഡി, എക്സോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ്. എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഡക്റ്റഡ് ഗ്ലാൻസുകളാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ഡക്റ്റ്ലെസ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സോക്രൈൻ എന്ന് പറയുമ്പം ആ ഗ്ലാൻഡുകൾ സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് ഒഴുകി വരുന്നത് ട്യൂബിൽ കൂടിയാണ്, ഡക്റ്റിൽ കൂടിയാണ്. ഫോർ എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ്. നമ്മുടെ വായിൽ സലൈവയുണ്ട്, ഉമിനീരുണ്ട്. അപ്പോൾ ഈ ഉമിനീര് ബക്കൽ ക്യാവിറ്റിക്കുള്ളിലേക്ക് വരുന്നത് സലൈവറി ഡക്റ്റ് വഴി ഒഴുകുകയാണ്. നമ്മൾ 10th പഠിക്കും. നമുക്ക് വി ഹാവ് 3 pairs ഓഫ് സലൈവറി ഗ്ലാൻഡ്, ഇല്ലേ? എ പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ്
gland below the ears, under the tongue, and a pair of salivary gland in between the jaws, താടിയെല്ലുകൾക്കിടയിൽ. അങ്ങനെ 3 ജോഡി സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. അതിൽ നിന്നുമുള്ള സെക്രീഷനാണ് സലൈവ. എന്നിട്ട് അത് ആ സലൈവറി ഡക്റ്റിലൂടെ ഒഴുകിയാണ് ബക്കൽ ക്യാവിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഡക്റ്റുകളോട് കൂടിയ ഗ്ലാൻഡുകൾ നമ്മുടെ ബോഡിയിൽ അറിയപ്പെടുന്ന എക്സോക്രൈൻ ഗ്ലാൻഡ്സുകളാണ്. അപ്പം ലാർജസ്റ്റ് എക്സോക്രൈൻ ഗ്ലാൻഡ് ഇൻ അവർ ബോഡി എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, ലിവറാണ്. ഇനിയും എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ എന്ന് പറയുമ്പോൾ ഡക്റ്റിലസ് ആണ്. കാരണം അവർക്ക് ഡക്റ്റ് ഇല്ല. അവർ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. ആൻഡ് ദീസ് കെമിക്കൽസ് ആർ കോൾഡ് ഹോർമോൺസ് ആൻഡ് ആർ ഡയറക്റ്റ്ലി റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. ദാറ്റ് മീൻസ് ദേ ഹാവ് നോ ഡക്ട്സ്. അവർ റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകൾ നേരിട്ട് ബ്ലഡിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പം എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളും എക്സോക്രൈൻ ഗ്ലാൻഡ്സുകളും നമ്മുടെ ബോഡിയിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 10th പഠിക്കും കേട്ടോ. സോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് റിലീസ് ഹോർമോൺസ് ഡയറക്റ്റ്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. സോ ദേ ആർ ഓൾസോ ടേംഡ് ആസ് ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. അതേസമയം നമ്മുടെ സ്കിന്നിലുള്ള 2 ഗ്ലാൻഡ്സുകളാണ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. അപ്പോൾ രണ്ടും ഡക്റ്റഡ് ഗ്ലാൻഡ്സുകളാണ്, അല്ലെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡ്സുകളാണ്. അപ്പോൾ നമുക്കറിയാം സ്വെറ്റ് ഗ്ലാൻഡ്സ് ആണ് വിയർപ്പ് ഗ്രന്ഥികൾ, വിയർപ്പ് ഉൽപ്പാദിപ്പിക്കും. സെബേഷ്യസ് ഗ്ലാൻഡ്സ് ആർ ഓൾസോ കോൾഡ് ഓയിൽ ഗ്ലാൻഡ്സ്. ദേ സെക്രീറ്റ് ഓയിൽ അല്ലെങ്കിൽ സെബം അല്ലേ. അപ്പം സ്വെറ്റ് ഗ്ലാൻഡ്സും ഓയിൽ ഗ്ലാൻഡ്സ് ആർ മോർ ആക്റ്റീവ് അല്ലേ ഇൻ ടീനേജേഴ്സ്. അപ്പോൾ ടീനേജേഴ്സിൽ ഈ 2 ഗ്ലാൻഡുകളും കൂടുതൽ ആക്റ്റീവാണ്. അതുകൊണ്ട് ടീനേജേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്വെറ്റ് ഗ്ലാൻഡ്സ് മോർ ആക്റ്റീവ് ആൻഡ് മോർ സ്വെറ്റിംഗ് ഉണ്ടാകും, കൂടുതലായിട്ട് വിയർക്കും, ശരീരം കൂടുതലായിട്ട് വിയർക്കും. ഇനി സെബേഷ്യസ് ഓയിൽ ഗ്ലാൻഡ്സുകൾ കൂടുതൽ ആക്റ്റീവായിട്ടുണ്ട്, ധാരാളം പിമ്പിൾസും ആക്നെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ദ ഓവർ ആക്ടിവിറ്റി ഓഫ് ദ സെബേഷ്യസ് ഓർ ഓയിൽ ഗ്ലാൻഡ്സ് എന്തിന് കാരണമാകും? ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് പിമ്പിൾസ് ആൻഡ് ആക്നെ, മുഖക്കുരുവും കാര. ആക്നെ എന്ന് പറഞ്ഞാൽ എന്താ? കാര എന്ന് പറയും. മൂക്കയിലൊക്കെ ഇങ്ങനെ ചെറിയ തരി പോലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഈ പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളാണ്. ഈ ഒരു പ്രായം ടീനേജ് കഴിയുമ്പോഴത്തേക്കിന് ഈ മുഖക്കുരുവൊക്കെ നമ്മളെ വിട്ട് പോകും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്തും, വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ ഈ പ്രായത്തിലുള്ള കുട്ടികൾ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇത് വേണ്ട. അപ്പോൾ അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കിന് അതൊക്കെ അങ്ങ് മാറും. Then increased activity of sweat and sebaceous glands. The secretion of sweat glands and sebaceous glands increases. Many young people get acne. അത് വായിക്കുന്ന ആക്നെ എന്നാണ്, ACNE, acne and pimples on the face at this time because of the increased activity of these glands in the skin. അപ്പോൾ ഈ സ്കിന്നിൽ ഈ ഗ്ലാൻസുകൾ മോർ ആക്റ്റീവ് ആയതുകൊണ്ട് മോറായിട്ട് സ്വെറ്റും സെബം അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് കൂടുതലായിട്ട് പിമ്പിൾസും ആക്നെയും ഈ പ്രായത്തിൽ ഉണ്ടാകുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്സ് ഓർഗൻസ്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് സെക്സ് ഓർഗൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നു. മെയിലിലും ഫീമെയിലിലും അല്ലെങ്കിൽ ബോയിലും ഗേളിലും സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ബോയ്സിൽ ടെസ്റ്റിസ് ആൻഡ് പെനിസ് ഡെവലപ്പ് കംപ്ലീറ്റ്ലി. അപ്പോൾ ടെസ്റ്റിസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ടെസ്റ്റിസ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഡെവലപ്ഡ് ആകുന്നു. ആസ് എ റിസൾട്ട് ദ ടെസ്റ്റിസ് ബിഗിൻസ് ടു പ്രൊഡ്യൂസ് ദ മെയിൽ ഗാമേറ്റ് സ്പേം. ടെസ്റ്റിസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു തുടങ്ങുന്നു. അതുപോലെ തന്നെ പെനിസ് വളരുന്നു. പെനിസ് എന്ന് പറയുമ്പോൾ കോപ്പുലേറ്ററി ഓർഗനാണ്. പെനിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയ്സിൽ യൂറിൻ പുറത്തേക്ക് പോകുന്നതും അതേപോലെ തന്നെ സെമൻ അല്ലെങ്കിൽ സ്പേം പുറത്തേക്ക് പോകുന്നതും സെയിം ഓപ്പണിങ്ങിൽ കൂടിയാണ്, അതായത് ഈ പെനിസിൽ കൂടിയാണ്. അപ്പോൾ പെനിസ് ഡെവലപ്ഡ് ആകുന്നു, അതിന് ഗ്രോത്ത് ഉണ്ടാകുന്നു. പിന്നെ ഗേൾസിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഓവറിയാണ്. അപ്പോൾ നമുക്കറിയാം ഗേൾസിന് പെയർ ഓഫ് ഓവറി ഉണ്ട്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. പെയർ ഓഫ് ഓവറീസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ യൂട്രസിൻ്റെ 2 സൈഡിലായിട്ട്. അപ്പോൾ റൈറ്റ് ഓവറി ഉണ്ട്, ലെഫ്റ്റ് ഓവറി ഉണ്ട്. അപ്പം ഓവറി എന്ത് ചെയ്തു തുടങ്ങും? സ്റ്റാർട്ട് ടു റിലീസ് എഗ്ഗിനെ പുറത്തേക്ക് വിട്ടു തുടങ്ങുന്നു ഈ പ്രായമാകുമ്പോൾ. അപ്പം വൺസ് ഇൻ എ മന്ത് 1 egg ഈസ് റിലീസ്ഡ് ഫ്രം 1 ഓഫ് ദി ഓവറി. മാസത്തിലൊരിക്കൽ ഓവറിയിൽ ഒരു ഓവറിയിൽ നിന്നും 2 ഓവറി ഉണ്ട്, അതിൽ ഒരു ഓവറിയിൽ നിന്നും 1 egg വെച്ച് പുറത്തേക്ക് പോകുന്നു. ഇപ്പം ഈ മാസം റൈറ്റ് ഓവറിയിൽ നിന്നാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ലെഫ്റ്റ് ഓവറിയിൽ നിന്നും 1 egg പുറത്തേക്ക് വരും. അപ്പോൾ അതും ഈ പ്രായത്തിലുള്ളവരുടെ പ്രത്യേകതയാണ്. പിന്നെയോ റീച്ചിങ് മെൻ്റൽ മെച്യൂരിറ്റി, ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. അപ്പം മെൻ്റൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ മെൻ്റൽ മാനസികം, മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മൈൻഡ്? മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് വേർഡ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ഓഫ് ബ്രെയിൻ.
മനസ്സിലായോ? മനസ്സെന്ന് പറയുന്നൊരു സാങ്കല്പിക പദമാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? തലച്ചോറിൻ്റെ സങ്കീർണ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പിക പദമാണ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു ബ്രെയിൻ, നമ്മുടെ തലച്ചോറുമായിട്ട് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി ഈസ് കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് ബൈ ദ ബ്രെയിൻ, ഇല്ലേ? തലച്ചോറ്, ബ്രെയിൻ അറിയാതെ നമ്മുടെ ബോഡിയിൽ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ബ്രെയിനാണ്. അപ്പോൾ ഒരു മെൻ്റൽ മെച്യൂരിറ്റി വരുന്നൊരു പ്രായമാണ്. ഇറ്റ് ഈസ് ദ ടൈം ഇൻ വൺസ് ലൈഫ് വെൻ ദ ബ്രെയിൻ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് കപ്പാസിറ്റി ഫോർ ലേണിംഗ്. അപ്പോൾ ലേണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബ്രെയിൻ ഈസ് മാക്സിമം ഇൻ ദിസ് പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ ലേണിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. ദെൻ ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി, ദ ചേഞ്ച് ഇൻ പേഴ്സൺസ് വേ ഓഫ് തിങ്കിങ്, ഇല്ലേ? അപ്പോൾ ഈ പ്രായത്തിലുള്ളവരുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകും, ഇല്ലേ? ഇപ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? മനനം ചെയ്യാൻ കഴിവുള്ളവൻ ആരോ അവനാണ് മനുഷ്യൻ, ഇല്ലേ? ചിന്തിക്കാൻ കഴിവുള്ളവൻ ആരോ അവൻ മനുഷ്യൻ. അപ്പോൾ ചിന്തകൾ നമ്മുടെ മാറുന്നു, ഇല്ലേ? നമ്മുടെ ചിന്തകളും എല്ലാം നമ്മളെ മറ്റ് ചിന്തകളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഓവറായിട്ടുള്ള മറ്റ് പല കാരണം നമ്മൾക്ക് നമ്മുടെ വികാര വിചാരങ്ങളൊക്കെ മാറുന്ന ഒരു പ്രായവും കൂടിയാണ്. because you are under the influence of the sex hormones ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഇസ്ട്രജൻ, അല്ലേ? ടെസ്റ്റിസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ ടെസ്റ്റിസ് മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. അതേപോലെ തന്നെ ഓവറി ഫീമെയിൽ സെക്സ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇസ്ട്രജൻ. അപ്പോൾ ഈ ഹോർമോണുകൾ ബ്ലഡിലേക്ക് വരുന്ന ഒരു പ്രായമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റം എവിടെ ഉണ്ടാകും? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചിന്തകളെയൊക്കെ അത് സ്വാധീനിക്കും. ദ പേഴ്സൺ ഫീൽസ് മോർ ഇൻഡിപെൻഡൻറ്റ് ദാൻ ബിഫോർ ആൻഡ് ഓൾസോ ബിക്കം സെൽഫ് കോൺഷ്യസ്. അപ്പോൾ ഒരു സ്വയബോധവും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആകുന്ന, കൂടുതലായിട്ട് അതായത് നമ്മളൊരു 10 വയസ്സിന് മുമ്പ് വരെയും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. പേരൻസിനെ എല്ലാം നിങ്ങൾ ഓരോ കാര്യത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ പിന്നീട് ഈ ടീനേജൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടെ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു പ്രാപ്തിയൊക്കെ വന്നു തുടങ്ങും, ഇല്ലേ? അപ്പോൾ ഒരു സെൽഫ് കോൺഷ്യസ്നെസ്സും നമ്മൾ നേരത്തെ പറഞ്ഞ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നതൊക്കെ ഒരു പ്രായമാണ്, അല്ലേ? സൗന്ദര്യ സംരക്ഷണമൊക്കെ കൂടി എത്ര ഒരുങ്ങിയാലും മതി വരാത്തൊക്കെ ഒരു പ്രായമാണ് ടീനേജ് എന്ന് പറയുന്നത്, അല്ലേ? എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും പോരാ, അല്ലേ? എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണം എന്നൊക്കെ ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ തോന്നുന്ന ഒരു പ്രായമാണ് ഇത്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഇമോഷണൽ മെച്യൂരിറ്റി, അല്ലേ? നമ്മുടെ ഇമോഷൻസുകൾ, നമ്മുടെ വികാരങ്ങൾ, അല്ലേ? നമ്മുടെ പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുന്ന ആങ്കർ, ഫിയർ, സാഡ്നെസ്, ലവ്, ഷെയിം. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതെല്ലാം നമുക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൂടിയും കുറഞ്ഞിരിക്കും. ആങ്കർ, അല്ലേ? ദേഷ്യം, അല്ലേ? ആരും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കുറ്റം പറയുന്നത് ഇഷ്ടമല്ല, ഒന്നിനും നോ പറയുന്നത് ഇഷ്ടമല്ല, അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ആങ്കർ, ദേഷ്യം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഫിയർ, സാഡ്നെസ്, അല്ലേ? അകാരണമായിട്ടുള്ള ദേഷ്യം, അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള സങ്കടം, ഒരു കാരണവും ഇല്ലാതെ കരച്ചിൽ വരിക, സങ്കടം വരിക. അപ്പോൾ ഒരു ഇമോഷണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നൊരു പ്രായമാണ്. മൂഡ് സ്വിങ്സ് ഉണ്ടാകും, മൂഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ മൂഡ് സ്വിങ്സിൻ്റെ ഒരു പ്രായമാണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ആങ്കർ, ഫിയർ, സാഡ്നെസ്, ലവ്, ഇല്ലേ? ലവ് ആണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനം, ഇല്ലയോ? ഇപ്പോൾ ലവ് എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം. പക്ഷെ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് ഇഷ്ടം തോന്നുന്നൊരു പ്രായമാണ്. ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ഒക്കെ ഇഷ്ടം തോന്നുന്നൊരു പ്രായമാണ്. അപ്പം ഈ പറഞ്ഞതിൽ അവിടെയും നമുക്കൊരു ഇതുണ്ട്. കാരണം നമ്മൾ ആ ഇഷ്ടങ്ങളെ, അതായത് ഇപ്പം വികാരങ്ങൾക്കല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്തിനാണ്? വിവേകത്തിനാണ്. അപ്പം ഒരു ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പോലും വിവേകമുള്ളൊരു കുട്ടിയാണെങ്കിൽ എന്ത് ചിന്തിക്കും? ഇപ്പം അതിനുള്ള പ്രായമല്ല, ഇതെന്തിനുള്ള സമയമാണ്, പഠിക്കാനുള്ള സമയമാണ് എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകും. അതേസമയം അങ്ങനെയൊന്നും ചിന്തയില്ലാത്തവരെന്ത് ചെയ്യും? അതിൻ്റെ പുറകിന് പോകും. ഇപ്പം തന്നെ മൊബൈൽ ഫോണുകൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുമൊക്കെയോടനുബന്ധിച്ച് പേരൻസ് വിശ്വസിച്ച് മൊബൈൽ ഫോൺ തന്നിട്ടുണ്ട്. അപ്പം വിവേകമുള്ളൊരു കുട്ടിയാണെങ്കിൽ അത് എന്ത് ചെയ്യും? അത് നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യും. ഈ പറഞ്ഞ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവർ എന്ത് ചെയ്യും? അതല്ലാതെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് നല്ലത് ഏതാണ് അല്ലെങ്കിൽ ചീത്ത ഏതാണ്, ചെയ്യേണ്ടത് ഏതാണ്,
ചെയ്തു കൂടാത്തത് ഏതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ. അപ്പോൾ നമ്മുടെ ബ്രെയിനാണ് ഇതെല്ലാം, ഇല്ലേ, അത് ചെയ്യരുത്, ഇല്ലേ, അങ്ങനെ ചെയ്താൽ തെറ്റാണ്, അത് പാടില്ല, ഇത് പാടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ബോധം ഒക്കെ ഉണ്ടാകേണ്ട ഒരു പ്രായമാണ്. അപ്പം നമ്മുടെ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്യേണ്ട പ്രായമാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇഷ്ടമൊക്കെ കൂടും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്താലോ ഒക്കെ എന്തൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ വിവേകം ഉള്ളവർ അതിനൊന്നും പോകില്ല. വികാരത്തിന് അടിമപ്പെടുന്നവരാണ് ഇതിനൊക്കെ മുന്നിട്ട് പഠിത്തവും വിട്ട് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല ആ സമയം കൊണ്ട് ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്യാമെന്നോ ഒക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നത് വികാരങ്ങൾ കൂടുതലായിട്ട് നിയന്ത്രിക്കപ്പെടുന്നവരാണ്. അപ്പം ഒന്നേ പറയാനുള്ളൂ, നമ്മളെ വികാരങ്ങളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ വിവേകമാണ്. അപ്പോൾ നമ്മൾ എന്തു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പലതവണ ആലോചിക്കണം. അപ്പം നമുക്ക് ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്. അപ്പം വിവേകമുള്ള കുട്ടി ചിന്തിക്കും ഇതൊക്കെ പഠിക്കാനുള്ള സമയമാണ്. നേരത്തെ പറഞ്ഞു ലേണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബ്രെയിൻ ഈസ് മാക്സിമം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നല്ലവണ്ണം നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, ഇല്ലേ. അപ്പോൾ അന്ന് നമുക്ക് കല്യാണമോ അല്ലെങ്കിൽ പ്രണയമോ അതൊക്കെ നമുക്ക് ഒരു പ്രായത്തിലുണ്ട്. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ്, ഇപ്പം തോന്നുന്ന ഒരു ഇതല്ലാണ്, ഇല്ലേ. ഇപ്പം ഈ ഇഷ്ടമെന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ന് തോന്നുന്ന ഇഷ്ടം നാളെ വേറൊരാളോട് തോന്നും, മറ്റേനാൾ വേറൊരാളോട് തോന്നും. ഒരാളിലും ഒതുങ്ങി നിൽക്കുന്ന ഇഷ്ടമൊന്നും അല്ല ഈ പ്രായത്തിൽ. അപ്പോൾ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 100 കൂട്ടം ചിന്തിക്കണം. അപ്പോൾ നമ്മളെ വികാരങ്ങളല്ല നിയന്ത്രിക്കേണ്ടത്, വിവേകമാണ്. അപ്പോൾ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വരണം. ഈ ഇമോഷൻസ് ഞാനീ പറഞ്ഞ പ്രൈമറി ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് നല്ല വിവേക ബുദ്ധിയോടുകൂടിയൊക്കെ ഇരിക്കേണ്ട പ്രായമാണ് ഏത്, ടീനേജേഴ്സ്. അപ്പോൾ മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടാകുന്നു, ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി ഉണ്ടാകുന്നു, ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാകുന്നു. അപ്പം അതേപോലെ തന്നെ മറ്റൊരു മാറ്റമാണ് വോയിസ് ചേഞ്ച്, ശബ്ദം മാറുന്നു, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ. അപ്പോൾ ആൺകുട്ടികളിൽ ഈ പ്രായമാകുമ്പോൾ അവരുടെ നേരത്തെയുള്ള ശബ്ദമല്ല, അവർക്ക് ഇച്ചിരി കൂടെ ഘനഗാംഭീര്യമുള്ള വേറൊരു നല്ലൊരു ശബ്ദം വരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ വോയിസ് ബോക്സ് അല്ലെങ്കിൽ ലാരിൻസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. ആ പ്രൊട്രൂഡിങ് ലാരിൻസിനെ, മുന്നോട്ട് തള്ളി വരുന്ന ലാരിൻസ് നമുക്ക് ത്രോട്ട് ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്, ആഡംസ് ആപ്പിൾ. ഇപ്പം ബോയ്സ് develop larger voice boxes, boys have a deep and hoarse voice, the larynx is visible clearly. ഇപ്പോൾ ആൺകുട്ടികളിൽ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ പ്രത്യേകിച്ച് പുറമേ നോക്കിയാൽ നമുക്ക് ആഡംസ് ആപ്പിൾ ഈ പ്രായത്തിൽ കാണാൻ പറ്റും. അതേസമയം നല്ല വണ്ണമുള്ളവരെ സംബന്ധിച്ച് അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഗേൾസിൽ ലാരിൻസ് ഈസ് ഹാർഡ്ലി വിസിബിൾ ഫ്രം ദ ഔട്ട്സൈഡ്. പെൺകുട്ടികളിൽ പുറമേ നിന്ന് നോക്കിയാൽ ലാരിൻസ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് കാണാൻ പറ്റില്ല. ഗേൾസ് ഹാവ് എ ഹൈ പിച്ച്ഡ് വോയിസ്. അപ്പോൾ അതും ഒരു മാറ്റമാണ്. ആഡംസ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗ്രോയിങ് വോയിസ് ബോക്സ് ക്യാൻ ബി സീൻ ആസ് എ പ്രൊട്രൂഡിങ് പാർട്ട് ഓഫ് ദ ത്രോട്ട് കോൾഡ് ആഡംസ് ആപ്പിൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പഠിച്ചത്? ടീനേജേഴ്സിൻ്റെ മാറ്റങ്ങൾ, ഇൻക്രീസ് ഇൻ ഹൈറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ പഠിച്ചത് ചേഞ്ച് ഇൻ ബോഡി ഷേപ്പ്, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്സ് ഓർഗൻസ്, പിന്നെ ദ ആക്ടിവിറ്റി ഓഫ് ദി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. പിന്നെന്താ പഠിച്ചത്? ഇമോഷണൽ, ഇൻ്റലക്ച്വൽ ആൻഡ് മെൻ്റൽ മെച്യൂരിറ്റി. ഇത് ഞാൻ വളരെ പതുക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.